പക്ഷെ എന്താണെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും ദുഃഖകരമായിട്ടുള്ളൊരു സംഗതി നമ്മുടെ ഒരു അനുഭവത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ ആദ്യമായിട്ടാണ്. എത്ര സുരക്ഷയോടുകൂടി നടത്തിയാലും ഇത്ര അപകടം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു അന്വേഷണം വേണം. ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം. ഇപ്പോൾ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് വിദഗ്ധമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ ചില മന്ത്രി എന്ന നിലയിൽ പല പൂരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് താങ്കൾക്ക് ഇതിന്റെ ഒരു ന്യൂവാൻസസ് ഒക്കെ അറിയാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എന്തെല്ലാം സാധ്യതകൾ ഇതിനകത്ത് പ്രിക്കോഷൻസ് ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ ഐസൊലേറ്റ് ചെയ്ത സ്ഥലത്ത് ആളുകൾ താമസമില്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലും മനുഷ്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണോ, അതല്ല അതിഭീകരമായി ചൂടുള്ള സമയത്ത് കരിമരുന്നിനൊക്കെ ഉണ്ടാകുന്ന സ്പാർക്കിംഗ് മൂലം സംഭവിച്ചാണോ, അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് മഹാദുരന്തമായി നമ്മുടെ മുമ്പിലേക്ക് ഇത് വന്നു കഴിഞ്ഞിരിക്കുക. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം പൂരത്തിന് മുമ്പുണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. പൂരത്തിൻ്റെ കൊടിയേറ്റം ഇന്നലെ വളരെ ഗംഭീരമായി നടന്നു. ഇനി ബാക്കി ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ചിത്രം പോലും നമ്മുടെ മുമ്പില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ മരിച്ചിരിക്കുന്ന തൊഴിലാളികളാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. ഈ സതീശനും മരണം സംഭവിച്ചില്ലെങ്കിലും 100% പൊള്ളലേറ്റിരിക്കുകയാണ് സതീശനടക്കമുള്ള ആൾക്ക്. മാത്രമല്ല, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഗിരീഷ് പിന്നെ ഹരി എന്ന് പറയുന്ന 2 ചേട്ടനാനിയന്മാരുണ്ട്. അതിലൊരാൾ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പരിക്ക് പറ്റിയൊന്നും എനിക്കറിയില്ല. വരുന്ന സമയത്ത് ഗിരി ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഗിരിയും ഹരി എന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവസ്വത്തിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിലൊരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്നത്. നേരിട്ട് തന്നെ അറിയുന്ന ഇപ്പോൾ ഈ സതീശനാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് അറിയുന്ന പ്രവർത്തകരാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് നിർമ്മാണത്തിൻ്റെ റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഭീകരമായൊരു സംഗതി ഉണ്ടായത് അത്യന്തം എന്താ പറയുക ദുഃഖകരമായൊരു കാര്യമാണ്. പൂരപ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഞെട്ടലോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഇങ്ങനൊരു വലിയൊരു ഭീകരമായ മരണം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ കേരളത്തിനെ എത്തിക്കുന്നതിൽ നമ്മുടെ തൃശ്ശൂർ പൂരവും ശബരിമലയും അതുപോലെ മറ്റ് പല ആരാധനാ കേന്ദ്രങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരം. അവിടെ ഇപ്പം വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയായിരുന്നു. 26-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. അതിന് മുന്നോടിയായിട്ട് ഉള്ള പടക്ക നിർമ്മാണം, ആ പടക്ക നിർമ്മാണ ശാലയ്ക്ക് വലിയൊരു തീപിടുത്തൊക്കെ ഉണ്ടായി. ഒരുപാട് പേര് 13ഓളം ആളുകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിലിപ്പം മുൻ മന്ത്രിയും തൃശ്ശൂർ MLA ഒക്കെ ആയിരിക്കുന്ന VS സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാവുകയാണ്. 3 കാരണങ്ങളാണ്, 3 പോസിബിലിറ്റീസാണ്. ഒന്ന് ഈ ഇപ്പോഴത്തെ ഈ ചൂട്, രണ്ടാമത്തത് മനുഷ്യന് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, മനുഷ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന അപകടം, മൂന്നാമത്തത് ഇതാരോ മനഃപൂർവ്വം ബോധപൂർവം സൃഷ്ടിച്ചതാണ്. ഇതിൽ മൂന്നാമത്തത് ബോധപൂർവം അപകടം ഉണ്ടാക്കിയതാണ്. തൃശ്ശൂർ പൂരം ഇല്ലാതാക്കണം, കുളം തോണ്ടണം, അലങ്കോലപ്പെടുത്തണം എന്ന ആഗ്രഹവും വെച്ച് നടക്കുന്ന ഒരുപാട് പേര് ഒരുപക്ഷെ കേരളത്തിലുണ്ടാകാം. അതായത് 13 പേരല്ല 17ഓളം പേർ മരിച്ചു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഏകദേശം 60ഓളം പേർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. സ്ഥിതി വളരെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടത്തിക്കോട് എന്ന പ്രദേശത്ത് തുരുത്തിൽ കിടക്കുന്ന ഈ സ്ഥലം വളരെ സുരക്ഷ പാലിച്ചുകൊണ്ടാണ് ഇതുവരെ അവിടെ തിരുവമ്പാടി ക്ഷേത്രം നടത്തിയിട്ടുള്ളത്. വടക്കുംനാഥ് ക്ഷേത്രത്തിൻ്റെ വേറെ സ്ഥലത്താണ്. ഇവർ തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരത്തിൽ 2 പേരും തമ്മിലുള്ള മത്സരം വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് 10,000 ഇവിടെ എത്താറുള്ളത്, 10,000 ലക്ഷങ്ങൾ എത്താറ്. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തുനിന്ന് പോലും എത്തുന്ന ഒരു ടൂറിസ്റ്റ് പരിപാടിയാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടി വ്യാപകമായ രൂപത്തിൽ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ തവണ തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം അവിടെ കലാപമുണ്ടാക്കി, അവിടെ പ്രശ്നമുണ്ടാക്കി, അവസാനം സുരേഷ് ഗോപി വന്ന് ഇടപിടിപ്പിച്ചു എന്നുള്ള രൂപത്തിൽ സുനിൽകുമാർ തന്നെയാണ് വലിയ ആരോപണങ്ങളുമായി വന്നത്. പോലീസ് തന്നെയാണ് അത് അട്ടിമറിച്ചത്. ഇപ്പോൾ ഇതൊരു അട്ടിമറിയുടെ സൂചനയായിട്ട് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം ഈ സ്ഥലത്ത് വളരെ സുരക്ഷ
കൃത്യമായി ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും കാലം ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ സ്ഫോടന പരമ്പര ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് വേറെന്തോ ലക്ഷ്യമാക്കി അല്ല വേറെന്തോ മറയ്ക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10-100 പേര് മരിക്കുന്നതും ചിലർക്ക് പ്രശ്നമല്ല, എന്നാൽ ചിലർക്ക് വളമാണ്. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാണെന്ന് പറയുന്നില്ല. അതേപോലെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അട്ടിമറി നടന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ. കാരണം നമ്മുടെ സുനിൽകുമാറിൻ്റെ സംസാരത്തിൽ പോലും മൂന്നാമത്തെ കാര്യത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയാന്ന് പറഞ്ഞാൽ ആദ്യത്തത് പറഞ്ഞത് പിന്നെ ചൂട് കാരണം ആവാം, ഇപ്പം നല്ല ചൂട് തന്നെയാണ്, പക്ഷേ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊന്നുമില്ല ചൂട് കൊണ്ട്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ മാത്രമല്ലല്ലോ പടക്കമുള്ളത്, എല്ലാ സ്ഥലത്തും പടക്കമില്ലേ. അപ്പം ഇവിടെ മാത്രം ആ ചൂട് കാരണം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടെയും ഇതേപോലെ ചൂട് കൊണ്ട് ഉണ്ടാവണ്ടേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ കാര്യം എന്നാണ്. ഇവിടെ വളരെ സുരക്ഷാ സന്നാഹങ്ങൾ വളരെ കൃത്യമാക്കി ഒരു തരത്തിലും തീ അങ്ങോട്ട് വരാത്ത രൂപത്തിൽ അതേപോലെ വിദ്യുത് ശക്തി ആയാലും യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലാണ് മാറ്റി നിർത്തി ഇവിടെ ഇത് വളരെ സുരക്ഷയിലാണിത് പടക്കം കൊണ്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ആൾതാമസങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാടത്ത് ഒരു തുരുത്തില് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്തിലാണ് ഈ നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണമല്ല, ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ സംവിധാനങ്ങൾ ഉറപ്പിച്ച് ഇത്രയും കാലം ഒന്നും ഇല്ലാത്ത സംഭവം ഇന്നുണ്ടാവുന്നുണ്ടെങ്കിൽ എന്തിനോ വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത് വേണമെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റും. എന്തിനോ വേണ്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനു വേണ്ടി അട്ടിമറി ഉണ്ടാക്കിയതിനാ അവിടെ സുരേഷ് ഗോപിയെ ഇറക്കി. അങ്ങനെ സുരേഷ് ഗോപിയാണ് പൂരത്തിനെ ശരിയാക്കി അവിടെ കലക്കാൻ ചിലർ ശ്രമിച്ചു, പോലീസ് തന്നെ ശ്രമിച്ചു. ആ സമയത്ത് അതിനെ നല്ല രൂപത്തിൽ കൊണ്ടുവന്ന് ഹീറോ ആക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഇറക്കിയെന്നുള്ള ആംബുലൻസിലെ കൊണ്ടുവന്ന് എന്തൊക്കെ നാടകങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആരാ പറഞ്ഞത്? സുനിൽകുമാറിനെയാണ്. ഈ സുനിൽകുമാർ തന്നെയാണ് കൃത്യമായി ഹിന്റ് തരുന്നത് ഇവിടെ വേറെ എന്തോ ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്തോ ദുരൂഹമായ കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉറപ്പാണ്. അത് എന്തോ മറയ്ക്കാൻ വേണ്ടി. എന്താ മറയ്ക്കാനുള്ളതെന്ന് കേരളത്തിൽ ഇന്ന് മറയ്ക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ് കേരളത്തിൽ കംപ്ലീറ്റ് മറയ്ക്കാനുള്ളത്. സ്ട്രോങ് റൂമുകളുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷനിൽ ചിലർ തോൽക്കുമെന്ന് പറയുന്നു. ചിലർ തോൽക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷം തോൽക്കുമെന്നുള്ള വലിയ പ്രചരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ മറയ്ക്കാനോ അല്ലെങ്കിൽ ഏതോ അട്ടിമറിക്കാനോ ഒക്കെ ഉള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാവാം ഈ സംഭവം എന്ന് നമുക്ക് കരുതേണ്ടി വരും. അല്ല, ഇലക്ഷൻ ഇപ്പം എന്താണ് റിസൾട്ട് അറിയാൻ 4-ാം തീയതിയാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ എല്ലാവരും മറക്കും. പക്ഷെ ഇതിന് പിന്നിൽ അതിനപ്പുറം മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു വർഗീയത നമ്മള് സ്ട്രോങ് റൂമിന്റെ കാര്യം നമ്മൾ എന്താ മറക്കാത്തത്? സ്ട്രോങ് റൂമിലുള്ള അട്ടിമറികളെ കുറിച്ച് എന്താണ് ഇതാവാത്തത്? അട്ടിമറികൾ എവിടേക്കോ നടക്കുമ്പോൾ, വേറെ അട്ടിമറികൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ അട്ടിമറികൾ നടത്തിക്കുമെന്ന് നമ്മൾ ഏതൊക്കെയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള സമയം ഞാൻ പല കലാപത്തിന്റെ പിന്നിലും നമ്മൾ കാണാറുണ്ട്. ചിലത് മറയ്ക്കാൻ വേണ്ടി ചില കലാപങ്ങൾ ഉണ്ടാക്കുകയാണ്. യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വേറെയാണ്. പല കലാപങ്ങളും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഹിന്ദു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്രത്തിൽ. അതേപോലെ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ചെറുതായി കാണരുത്. കേരളത്തിൽ വിത്ത് പാകുന്നോ, വലിയ വർഗീയതയുടെ ഏതോ വിത്ത് പാകുന്നോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആരെയും നേടാൻ ഉദ്ദേശിക്കുന്നോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശബരിമലയെയും തൃശ്ശൂർ പൂരത്തെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഏതെങ്കിലും ദുഷ്ടശക്തികൾ ലക്ഷ്യം വെക്കുന്നുവോ എന്നൊക്കെ ചിന്തിക്കാവുന്നതാണ്. അല്ല, അങ്ങനെ ദുഷ്ടശക്തികൾ അതാണോ എന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം നേരത്തെ തീവ്രവാദികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നും തൃശ്ശൂർ ശബരിമല അടക്കം പലതരത്തിൽ പ്രശ്നമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അവരാണ് എന്ന് നമുക്ക് സംശയിക്കാൻ പറ്റില്ല. അവരൊക്കെ ആവാം. ചിലപ്പോൾ അവരെ പേരിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ പേരിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമാകാം. കാരണം ചെയ്യുന്നത് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഇത് ഏത് തരത്തിൽ വന്നു എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു മുന്നിൽ എന്തോ ഒരു വലിയ പ്രശ്നം മറയ്ക്കാൻ വേണ്ടി, അല്ലെ വലിയൊരു ലക്ഷ്യം നേടാൻ വേണ്ടി ആയിരിക്കാം ഈ ഇവിടെ തീ കൊളുത്തിയതും വൻ വിസ്ഫോടനം. ഇപ്പോഴും അവിടെ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പലരെയും കയ്യും കാലും മാത്രം തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഫയർഫോഴ്സിന് അടുത്തേക്ക് ഇതുവരെ ചെല്ലാൻ പറ്റിയില്ല. ദൂരെ നിന്ന് കാണാനെ പറ്റിയ വെള്ളം ആ ഭാഗത്ത് ഏകദേശം അടുത്തടുത്ത്. പിന്നിൽ പടക്ക ബിസിനസ്, കേരളത്തിൽ നടക്കുന്ന പടക്ക ബിസിനസ് മാർക്കറ്റിനെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യം
ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിലോ? ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അതായത് ആനകളോട് കാണിക്കുന്ന അനീതി, അതേപോലെ അനാവശ്യമായിട്ട് പടക്കം പൊട്ടിച്ച് പ്രകൃതിക്ക് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം പടക്ക ബിസിനസ് നടത്തുന്ന ആളുകളെ, പടക്ക ബിസിനസ് എന്ന് പറയുന്ന കേരളത്തിലെ മാർക്കറ്റിനെ ഇല്ലാതാക്കുക, അത് ഇതുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് എല്ലാ കാലത്തും പലപ്പോഴും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇത് നിരോധിക്കാൻ പറ്റും എന്നുള്ളതൊന്നും കരുതാൻ പറ്റില്ല. ആനേനെ ഇതാക്കുന്നുണ്ട്, ആനേനെ എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിലപ്പുറത്തേക്കുള്ള വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അതിൻ്റെ ചിലത് മറയ്ക്കാൻ, ചിലത് നേടാൻ, അല്ലെങ്കിൽ വേറെന്തോ ധ്രുവീകരണത്തിന് വേണ്ടി, എന്തോ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റും. അത് ഒറ്റ ദിവസം കൊണ്ട് പറയാവുന്നതല്ല. ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ പലതും മറയ്ക്കാനും ആവാം, തോൽവി മറക്കാനാവാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തോ സംഭവം നടത്താൻ പോകുന്നത് ജനശ്രദ്ധ ഇങ്ങോട്ട് മാറ്റാനാവാം. എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കുമ്പോൾ, എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ വേറെ എവിടെയോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ ആവാം. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല കലാപത്തിൻ്റെയും പല സ്ഫോടനങ്ങളുടെയും പിന്നാമ്പുറം വേറെ എന്തൊക്കെയോ ആണ്. അതുമായി ബന്ധപ്പെട്ടല്ല വേറെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി, വേറെ എന്തോ തകർക്കാൻ വേണ്ടി, വേറെ എന്തോ നേടാൻ വേണ്ടിയിട്ട് പലതും സൃഷ്ടിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടും ആവാം. ഇനി ഇതൊന്നുമല്ല, ഭയങ്കരമായ ചൂട് കാരണം ഉണ്ടാവാം. എല്ലായിടത്തും എല്ലാ മനുഷ്യന്മാർക്കും പൊള്ളലേൽക്കുന്നുണ്ടോ? ചിലർക്ക് പൊള്ളലേൽക്കുന്നു. ഒരു ചെറിയ തീപ്പൊരിമാരെ ഇത് കത്താൻ, എന്നാലും ചെറിയ തീപ്പൊരി കൊണ്ടാണ് വലിയ വിസ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സുരക്ഷാ സന്നാഹത്തിൻ്റെ അല്ല, അല്ലെങ്കിൽ ചൂട് കാരണം, ഭയങ്കര ചൂട് കൊണ്ട് അല്ല എന്നുള്ള സൂചന തന്നെയാണ് നമ്മുടെ സുനിൽകുമാറിൻ്റെ സംസാരം കൊണ്ട്. ഇവിടെ ഇപ്പം ഈ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രമുഖ പേര് കേട്ടതാണ് അതിൻ്റെ വെടിക്കെട്ട്. അത് സംഭവിക്കും? അത് ഉണ്ടാവുമോ? വെടിക്കെട്ട് സർക്കാർ വേണ്ടാന്ന് വെക്കുമോ? തവണ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. തൃശ്ശൂർ പൂരം തന്നെ ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. കാരണം തൃശ്ശൂർ പൂരം ഇതോട് കൂടിയിട്ട് വേണ്ടെന്ന് വെക്കാനാണ് സാധ്യത. കാരണം ഇതിൽ മരിച്ചിരിക്കുന്നത് ഇപ്പം 17 പേരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും തൃശ്ശൂർ പൂരം ഇത്തവണ ഈ 17 മരിച്ച തൃശ്ശൂർ പൂരം നടത്തും എന്നുള്ള വിശ്വാസം ഇനി നമുക്കില്ല. സ്വാഭാവികമായിട്ടും അത് നടത്തുന്നുണ്ടെങ്കിൽ അത് 17 മരിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം നടത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ ഒരു സമ്പുഷ്ടത, അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും മരിച്ച ആളുകളുടെ ഒരു ജീവന് മുകളിൽ ഇതിൽ ഉൾപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികളാണ് മരിച്ചത്, വേറെ ആരെയല്ല മരിച്ചത്. അവര് വളരെ കഷ്ടപ്പെട്ട് ചൂടുകൊണ്ട് ത്യാഗം സഹിച്ചിട്ട് അവിടെ എല്ലാ സുരക്ഷാ സന്നാഹത്തോടു കൂടിയിട്ടാണ് അവിടെ ഇതൊക്കെ നടത്തുന്നത് എന്ന് കൃത്യമായി സുനിൽകുമാറിന്റെ സംസാരത്തിൽ നിന്നുണ്ട്. അദ്ദേഹത്തിന് ഇതുമായി നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു തൃശ്ശൂർ പൂര പ്രേമിയാണ്. അത് നല്ല രൂപത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ക തൃശ്ശൂർക്കാരനാണ് സുനിൽകുമാർ. നമുക്ക് തൃശ്ശൂർക്കാരൻ്റെ ഒരു പരിശുദ്ധതയുണ്ട്, അതുള്ള ഒരാളാണ് സുനിൽകുമാർ. എപ്പോഴും എല്ലാവരും നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം ഏതെങ്കിലും വർഗീയ വിഷമുള്ള ആളോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളോ ഒന്നല്ല. എതിരാളികളോട് പോലും മമതയോടുകൂടി സംസാരിക്കുകയും മമതയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരനാണ്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മൂന്നാമത് എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തു പറയുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ചില സൂചനകളുണ്ട്, എപ്പം പറയാൻ പറ്റുന്നതില്ല. അത് വരാതിരിക്കില്ല എന്തായാലും.